ഇന്ന് നമുക്കൊരു സയൻസ് സിറ്റി എക്സ്പീരിയൻസ് ഷെയർ ചെയ്താലോ? സത്യം പറഞ്ഞാൽ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ശരിക്കും എൻജോയ് ചെയ്തു. ബിക്കോസ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ശരിക്കും ചിന്തിച്ച് ഇത് അന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കുമ്പം അത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിൽ നിൽക്കും. നമുക്കത് സ്കൂൾ എക്സാമിന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് അങ്ങനത്തെ ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. എക്സ്പെഷ്യലി കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂള്, ഹൈസ്കൂള്, UP സ്കൂള്, ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ കുഞ്ഞു കുട്ടികൾക്കുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആനിമലിനെ തൊടുമ്പോഴും ആനിമലിൻ്റെ സൗണ്ട് കേൾക്കും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഈ കണ്ണുകൾക്ക് ഇമ്പം തരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ കൊച്ചും ഇതുപോലെ ഓടി നടന്ന് എല്ലായിടവും കാണുമായിരുന്നു. കുറേ സ്ഥലത്തൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കൊച്ചുള്ളായിരുന്നുകൊണ്ട് എനിക്കതൊന്നും എല്ലാം ഒന്നും പോയി വായിക്കാൻ പറ്റിയില്ല. ചിലതൊക്കെ ഞാൻ അവളെ എടുത്തുകൊണ്ട് പോയി വായിച്ചു. പക്ഷേ അവളിങ്ങനെ കളറും പിന്നെ ഈ മീനുകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്ക് അവൾ അതിനെ തൊടാനും പിടിക്കാനൊക്കെ ചെല്ലും. ഞാൻ കുറേയൊക്കെ അത് വീഴാതെയൊക്കെ നോക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ചെല്ലുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും വായിക്കാൻ പറ്റില്ല. ചിലതൊക്കെ അവർ മലയാളത്തിലൊക്കെ ആക്കി QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനായാലും നമ്മൾ സ്കൂളിൽ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ഇതിലെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഇവിടെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ 3D ഷോയും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായിരുന്നുകൊണ്ട് 3D ഷോ കാണാൻ പറ്റിയില്ല. പക്ഷേ ഇത് ശരിക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കുറേ ഗെയിംസ് ഉണ്ട്, ഈ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ പ്ലേ ഏരിയാസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിൽ എൻ്റെ കൊച്ചു പോയി അതിലിങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ആയിരുന്നു. അതൊരു രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. പിന്നെ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വീഡിയോ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും എന്താ കാര്യങ്ങൾ എന്നുള്ളത് അവർ നന്നായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്യൂരിറ്റീസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതായത് നമുക്ക് എന്തറിവാണോ അവിടെ നിന്ന് മേടിക്കേണ്ടത് അത് ശരിക്കും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് വീട്ടിൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾക്ക് സ്കൂൾ ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കാൻ പറ്റും. പിന്നെ കുറേ ഫണ്ണായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. എനിക്കിതാട്ടോ ഏറ്റവും ഇഷ്ടമായ സംഭവം. നമ്മൾ ഈ ഫോണിലൊക്കെ കാണിക്കുന്ന ഗെയിം പോലെ ഒരുമാതിരി ഒരു പസിൽ പോലെ എനിക്ക് തോന്നി. ഞാനിത് കുറേ തവണ ചെയ്തു. പക്ഷേ ചില സ്ഥലത്ത് വരുമ്പോൾ ഇത് ബോൾ ഉരുണ്ടു പോകാതെ വരും. അപ്പോൾ ഞാൻ വീണ്ടും എടുത്തിടും. അങ്ങനെ ഇത് ഞാനൊരു 2-3 തവണ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. കാരണം ഇത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. പിന്നെ ആ വീലിങ്ങനെ കറക്കുമ്പോഴാണ് ശരിക്കും ആ ബോൾ മൂവ് ചെയ്യുന്നത്. പിന്നെ അതിങ്ങനെ ഓരോ സ്ഥലത്തിൽ കൂടെ കറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും പ്രത്യേക രസമാണ്. പിന്നെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും തോന്നിയത് നമ്മൾ സ്കൂളിൽ പഠിച്ച ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, കുറേ നിയമങ്ങൾ, ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില രൂപങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, കാന്തവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു. ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇത് ട്രൈ ചെയ്യുന്ന കാണാനും നല്ല രസമായിരുന്നു. എന്തായാലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. സ്കൂൾ കുട്ടികളുള്ളവർ ഈ സ്ഥലത്ത് എന്തായാലും പോകണം, ശരിക്കും എൻജോയ് ചെയ്യണം.